ചതച്ചെടുത്തതാട്ടാ. എന്നിട്ട് അതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? വിമാനം. എന്തൊരു ദുരന്തമാണെന്ന് എപ്പോഴും പറയില്ല. എനിക്ക് വിട്ടു പോവാല്ലേ, ഓ അതല്ലേ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പറയില്ല. ഹായ്, നല്ല റേഷനരി ചോറും ഇതാ ഇതുപോലെ നല്ല റേഷനരിൻ്റെ കഞ്ഞിവെള്ളവും കൂടി ആയാലോ. കഞ്ഞിവെള്ളം എന്താ ഇതുപോലെയല്ല കേട്ടാ, നല്ലൊരു കറി ആക്കി എടുക്കാനാ എൻ്റെ പരിപാടി. ഇതൊരു ഗ്ലാസ് ഇങ്ങനെ കുടിച്ചാൽ വാവ്. അപ്പം ഇതൊരു കറി ആയാലോ. കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ കൂടെ കുടിക്കാം. അപ്പം ആദ്യം ഞാൻ നല്ല ചൂട് കഞ്ഞിവെള്ളം ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ. കഞ്ഞിവെള്ളം മോശമില്ലാത്തൊരു കലക്കോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട്. അധികം തെളിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തെളിഞ്ഞങ്ങോട്ട് ഊറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൊഴുപ്പ് അങ്ങോട്ട് കിട്ടാണ്ട് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേട്ടാ. എല്ലാവരും ട്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് ചിലപ്പോൾ ഞാനായിരിക്കും, സ്വാഭാവികമാണല്ലോ. എന്നാലും എനിക്കിന്നൊരു പൂതി. സംഭവം വേറെ ഒന്നല്ല കേട്ടാ, ഇന്ന് ഏട്ടക്കറിയാണ്. അപ്പം ഇന്ന് ഏട്ട അടക്കത്തോട്ട് വീണിട്ടേ ഉള്ളൂ. ഇതെന്താ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. കറി ഇങ്ങനെ നര പൊട്ടി വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ട് വെച്ചിട്ട് തിളച്ച് നല്ലോണം പറ്റട്ടെ. ഏട്ടയെല്ലാം വീട്ടിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടാന്ന് പറയണത് കൂരി ഏട്ടാ. അറിയില്ലേ കുരി ഏട്ടാ, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളെ മാന്തയൊക്കെ പൊരിക്കാനൊക്കെ അതും ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. സംഭവം ഇന്ന് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഫുഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ഐറ്റം. ഇതിന് മുൻപേ ഞാനിതൊന്ന് ആക്കി നോക്കിയതായിരുന്നു. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. പിന്നെ ഇന്നിപ്പോൾ ഏട്ടയും കൂടി ആയപ്പോൾ എല്ലാം കൂടി ഒരു ആഗ്രഹം അങ്ങോട്ട് വന്ന് അങ്ങനെയാണ് ഇന്ന് ഇതിനകത്തേക്ക് വന്നത്. ഒരു അടാറായിട്ടാട്ടോ. എന്തായാലും ഒന്ന് നോക്കണം കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത്. അധികം പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. അപ്പം ഈ ചൂട് കഞ്ഞിവെള്ളത്തിലോട്ട് ഇതുപോലെ ഒരു ഉരുള പുളി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ സാധനം. കിടക്കട്ടെ. നമുക്ക് നമ്മളെ ഉണക്കമുളകും വെളുത്തുള്ളിയും പിന്നെ നന്നാക്കി കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചേക്കണം നമ്മളെ കുഞ്ഞുള്ളിയും. ഇതിങ്ങനെ കുപ്പിയിലിട്ട് വെക്കുന്നതുകൊണ്ട് നല്ല സുഖമായിട്ടാ എടുക്കാൻ വേണ്ടി. ഒരു കയ്യിൽ ഫോണായതുകൊണ്ടാണ് പ്രശ്നം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് എടുക്കാം. ഫോണ് ഒരുപാട് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം പണി എളുപ്പമായില്ലേ. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കുഞ്ഞുള്ളി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, നമ്മൾ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി കിട്ടിക്കഴിഞ്ഞാൽ നന്നാക്കി എടുക്കലാണല്ലേ വലിയ പണി. അപ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ഞാൻ നന്നാക്കിയതല്ല, അമ്മനെ കൊണ്ട് നന്നാക്കിയിട്ട് കുപ്പിയിൽ ഇടിപ്പിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? വിമാനം. ഏട്ടക്കറി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ചല്ലായിട്ട് ഏകദേശം ഒന്നും നല്ലതായിട്ടൊന്നും മണമൊന്നും ഞാൻ അങ്ങനെ പിടിക്കണില്ല. കാരണം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല അതിൻ്റെ മണമൊന്നും. പിന്നെ ഏട്ടേൻ്റെ ആ ഒരു വീഡിയോ ചെയ്യുന്നെങ്കിൽ ഞാൻ അടിപൊളി എന്നൊക്കെ പറഞ്ഞങ്ങ് തന്നേനെ. ഇതിപ്പോൾ എനിക്ക് അത്രക്ക് വലിയ ഇഷ്ടമില്ല. ഇത് ഞാൻ മാന്തേമ്മ ഇട്ട് അരച്ചിട്ട് കേട്ടോ എടുത്തത്. ഏട്ടൻ നന്നാക്കി എടുത്തത്. ഈ മാന്തേമ്മ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അതോടെ പോയി ഉപ്പുമുളക് തേച്ച് വെച്ച മാന്ത അതിവിടെ ഉണ്ട് കേട്ടോ. ഉപ്പുമുളക് തേച്ച് ഈ മാന്തയില്ലേ, ഇത് ഈ മാന്ത ഇതിനെ കൊണ്ടാണ്. ഇതിൻ്റെ തോല് നല്ല അരവണല്ല, അതുമ്മനെ ഇട്ടിട്ട് അരച്ചിട്ടാണ് ഞാൻ ഈ ഏട്ട വെളുപ്പിച്ചെടുത്തത് കേട്ടോ. അതിനൊരു വീഡിയോ ഒക്കെ ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് വ്യൂസൊക്കെ കിട്ടിയൊരു വീഡിയോ ആട്ടോ. കുറേ ആൾക്കാർക്ക് ഗുണമായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അപ്പം അതിങ്ങനെ വരച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് പോകും. അതുപോലെ തന്നെ കുറേ ആൾക്കാർ എനിക്ക് ഇങ്ങോട്ട് ടിപ്സ് എല്ലാം പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ ചെയ്താൽ പോകുന്നൊക്കെ. അങ്ങനെ ഏട്ട വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ലൊരു ഐഡിയ. പക്ഷെ ഇപ്പോഴും ഇതാട്ടാ, മാന്ത കിട്ടുമ്പോൾ ഞാൻ അത് വിട്ട് വരച്ചിട്ട് സെറ്റാക്കും. ഏട്ട കൂട്ടൂല, പക്ഷെ ഏട്ടയിലുള്ള മുട്ടയില്ലേ അത് ഞാനൊരാൾക്ക് കൊടുക്കൂല. അത് കമ്പനിക്ക് കഷ്ടപ്പെടുന്നവന് ഏട്ട മുട്ട, പക്ഷെ ഏട്ട കൂട്ടൂല. അതേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടാ ഏട്ടയില മുട്ട ഉണ്ടാ. വലിയ മുട്ടയൊന്നും ഇല്ല, പക്ഷെ ഇത്രയൊക്കെ മുട്ടയുള്ളൂ കേട്ടോ. ഒന്നും കൂടി വേഗട്ടെ, വെന്തിട്ട് നമുക്കെടുത്ത് ചാപ്പാടടിക്കാം. കറി ഒന്ന് ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ പുളി എടുത്തിങ്ങനെ മാറ്റും കേട്ടോ. കാരണം എന്താണെന്നറിയോ, ആ കുടപ്പുളി ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു സാധനം എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ കിടന്നു കഴിയുമ്പോൾ ആ ഒരു ചുമ ഇങ്ങോട്ട് വരുമല്ലോ. ഒന്ന് പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം കുടപ്പുളി എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയിടുന്നതാണ് കറിക്ക് ഉത്തമം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. അപ്പോൾ കറി പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ, അതായത് നമ്മളെ കുഞ്ഞുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതാട്ടാ. എന്നിട്ട് അതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് കറിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഏട്ടക്കറി കംപ്ലീറ്റ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ഈ കഞ്ഞിവെള്ളം എടുത്തിട്ട് കഞ്ഞിവെള്ളം റെസിപ്പി കാണിക്കാതെ മറ്റേ ഏട്ടക്കറിയും കാണിച്ചിട്ട് പറ്റിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. സംഭവം അതല്ല കേട്ടോ. ഒരു കാര്യം ആദ്യം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും എന്തൊരു ദുരന്തമാണെന്ന്. കഴിഞ്ഞു ഏട്ടക്കറി കഴിഞ്ഞു. ആ ഉള്ളിയും ഇതൊക്കെ കൂടി അങ്ങോട്ട് വെച്ച്
ആ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് പറ്റിച്ചപ്പോൾ എന്താ ഇപ്പം കണ്ട ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൊതിയായിട്ടുണ്ടോ അല്ലേ? ആ ഏട്ടപ്രേമികളോടൊന്നും അങ്ങനെ ഒന്നും പറയാൻ പറ്റട്ടെ. അയ്യോ പോകാം. എന്താ കണ്ട ഏട്ടത്തല ഉണ്ടാ അടിപൊളി. അപ്പോൾ ഏട്ടൻ്റെ നടുക്കാഷ്ണവും കൂടി അങ്ങോട്ട് കാണിച്ചു തരാം. ആ ഓക്കെ ഡീൽ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അപ്പം ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇതാ നമ്മുടെ പരിപാടി ഇങ്ങോട്ട് വരികയാണ്. അപ്പം ചട്ടി ആദ്യം ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തല്ലേ കൺഫ്യൂഷനായി. ഇപ്പുറം അത് അപ്പുറത്ത് ആ ചെറിയ അടുപ്പിൽ തന്നെ വെച്ചാൽ അതിനകത്ത് തന്നെ ഒരു ശീലമാണ്. ഇനി വീഡിയോ എടുക്കുമ്പോഴെങ്കിലും ഞാൻ വിചാരിക്കും ഇപ്പുറം വെച്ചൂടെ, എന്തിനാ റിസ്ക് എടുത്തിട്ട് ഇപ്പുറം വെക്കുന്നത്. അതൊരു ശീലമായിപ്പോയി കണ്ട. അതാണ് ചെറിയ അടുപ്പ്, ഇത് വലിയ അടുപ്പ്. നമ്മളങ്ങനെയാണല്ലോ ലാഭം നോക്കി ചെറിയ അടുപ്പ് വെച്ച് ലാഭം ഉണ്ടോന്നൊന്നും അറിയില്ല അല്ലേ. ഗ്യാസ് വലിയ അടുപ്പ്. അപ്പം എന്തായാലും ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പം എന്തായാലും മീൻ പൊരിക്കണമല്ലോ. അപ്പം ഈ വെളിച്ചെണ്ണ ഒഴിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഉണക്കമുളക് കാട്ടാ ഇടുന്നത്. അതിനാദ്യം അങ്ങോട്ട് ഒന്ന് നല്ലോണം മൂപ്പിച്ചിട്ട് അങ്ങോട്ട് എടുത്ത് മാറ്റാം. ഉണക്കമുളകിന് ഇട്ടിട്ടുണ്ട്. മൂപ്പിച്ച് മാറ്റാൻ ഒരു പാത്രം വേണം. ചൂടായി നല്ലോണം നമ്മളെ മുളകൊക്കെ ചുട്ടിട്ട് ചമ്മന്തി ഇല്ലേ, സംഭവം അതാണ്. ആ ചമ്മന്തിയാണ് നമ്മളിപ്പോൾ ഇവിടെ ആക്കാൻ പോകുന്നത്. ഇല്ല ഇല്ല ഫുള്ളും പറയില്ല. എന്നിട്ട് ഇപ്പം ഇട്ടിട്ട് പോവാല്ലേ, ഓ അതല്ലേ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പറയില്ല. അങ്ങനെ പോണ്ടാവും. ഞാൻ കുറച്ച് ഓവറാവുന്നുണ്ടോ ചില സമയം. നമുക്കില്ലേ ഭയങ്കര മൂടായിരിക്കും സംസാരിക്കാനൊക്കെ. ചില സമയം നമ്മൾ അതങ്ങനെ എനിക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും ഉണ്ടോ? ഉണ്ടാവും, ആരും പറയാത്തണ്ടല്ലേ. ഉണക്കമുളക് നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. കയ്യിൽ പിടിച്ചിട്ട് ഇനി എടുക്കാൻ കഴിയില്ല. എല്ലാം സൂമിങ്ങിലൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല ഇങ്ങനെ ഇനിയിപ്പോൾ ബാക്കി നമ്മളെ ബാക്കി നമ്മളെ ചെറിയുള്ളിയും എന്താണ് ഇപ്പോൾ ഈ സാധനത്തിൽ വരും വെളുത്തുള്ളിയും കൂടി ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നാൽ അരിയണം തോന്നല്ലേ ഇത്. ഇതിപ്പം ശരി തരാം. ഇതിൻ്റെ കട്ട് ചെയ്തില്ലെങ്കിൽ ഇത് കോമഡി ആയിക്കോട്ടെ. കാരണം ഒറ്റക്ക് എടുക്കുന്നില്ലേ ഭയങ്കര പ്രശ്നം. ഇപ്പം ഇതിപ്പോൾ ശരിയാവും. ഇതൊന്നൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടാൽ കുറച്ച് വേഗം ഒന്നും അങ്ങോട്ട് ആറും. ഇതൊക്കെ നേരത്തെ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മറന്നുപോയി സംഭവം. ഒന്ന് കട്ട് ചെയ്ത് നമ്മളെ ചെറിയുള്ളിയും നമ്മളെ വെളുത്തുള്ളിയും കൂടി ഈ വെളിച്ചെണ്ണകൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിങ്ങനെ മുട്ട് വരുന്നുണ്ട്, മൊരിയട്ടെ. അപ്പം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഈ മുളകിനെ മാത്രമായിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് ഒന്ന് പൊടിക്കുന്നത് കേട്ടോ. സംഭവം മറ്റേ ആ കുത്തണാക്കല്ലുണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചാലും മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ പക്ഷെ കുറച്ച് എളുപ്പത്തിന് ഒന്ന് പൊടിക്കാന്ന് വിചാരിച്ചു. അധികം അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല. ഈ ഒരു പരുവത്തിൽ കേട്ടോ. വലിയൊരു ചതവൊന്നും വേണ്ട കേട്ടോ. അതാ ഇങ്ങനെ. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ കൂടി വാടി വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് ഞാൻ ഇതിനകത്തേക്ക് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് മീൻ പൊരിക്കാമല്ലോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഈ സ്പൂണ് ഞാൻ ഈ പാത്രത്തിൽ മുട്ടിക്കുന്നില്ല കേട്ടാ. എല്ലാവരും വിചാരിക്കേണ്ട ഇത് മരത്തിന്റെ ആയുധം കൊണ്ട് ഒന്നും നടക്കൂല. കോരാനൊന്നും പറ്റൂല ആ മരത്തിന്റെ ചട്ടകം കൊണ്ട്. അതുകൊണ്ടാണ് ഇതും കൊണ്ട് ഇങ്ങനെ എടുക്കുന്നത്. ഇതിൽ ഞാൻ മുട്ടിക്കുന്നൊന്നുമില്ല. നിലത്ത് നോൺ സ്റ്റിക്കിന്റെ അല്ലേ അവിടെ മുട്ടിക്കുന്നൊന്നുമില്ല. മുട്ടാണ്ട് ഇങ്ങനെ എടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണയിലോട്ട് എൻ്റെ മാന്ത അങ്ങോട്ട് പൊരിച്ച് വെക്കട്ടെ. അതങ്ങ് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞല്ലോ. ഇപ്പം നല്ല ഉറക്കാട്ടെ. വലയിട്ടാൻ പോയോണ്ട് പോയി വന്നിട്ട് പിന്നെ ഉറക്കാന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിക്കാറ്. രാത്രി പോകുന്നല്ലേ, അതുകൊണ്ടാട്ടോ. അത് എണീറ്റ് വരുമ്പോഴേക്കും ഇതൊക്കെ അങ്ങോട്ട് സെറ്റായാൽ പിന്നെ കുഴപ്പമില്ല. കാരണം എൻ്റെ കഞ്ഞിവെള്ളം പരിപാടിയൊന്നും ചിലപ്പോൾ പുള്ളിക്ക് അങ്ങനെ പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. നമ്മൾ ചമ്മന്തി പ്രേമികളൊക്കെ ഉണ്ടാവില്ലേ, ചമ്മന്തി ഇഷ്ടമുള്ളവരെയും അല്ലെങ്കിൽ ഇതുപോലെ തൊടുകറി അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര രസമായിരിക്കും. ഈ മാന്തൊക്കെ ഉള്ള ഒരു സൂക്കേടാണിത് കണ്ട. പൊന്തി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിനെ ഇങ്ങോട്ട് ഒന്നും കൂടി മറിച്ചിടും. എന്നിട്ട് ഇതിനിങ്ങനെ പിടിക്കും. ഭയങ്കര ഇടങ്ങേറാട്ടോ ഇത്. ഈ ഒരു മീനുണ്ടെങ്കിൽ എൻ്റെ അമ്മക്ക് ഉണ്ടല്ലോ ഒരു ദിവസം പോണത് അറിയില്ല. കാരണം ഇതിൻ്റെ തോലൊരിക്കാൻ നമുക്ക് കിട്ടാത്തതുകൊണ്ട് അമ്മ മണ്ണൊക്കെ കൂട്ടി വെണ്ണീരെല്ലാം കൂട്ടി എങ്ങനെയൊക്കെയോ ആണ് ഇത് ഒഴിച്ചെടുക്കല്. ഞാൻ കത്തിക്ക് ഇങ്ങോട്ട് സിമ്പിളായിട്ട് ഒഴിച്ചെടുക്കും. അപ്പം ഇനി നമുക്ക് നമ്മളെ വാട്ടി വെച്ചതാ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇതിനകത്തോട്ട് ജാറിലേക്ക് തട്ടേനെ കേട്ടോ. എന്നിട്ട് ഇനി ഒന്ന് ഉപ്പും കൂട്ടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ ചതച്ചിട്ടുണ്ട്. നല്ലോണം ചതച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒന്നിങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളതാ പുളി ഇങ്ങനെ പിഴിഞ്ഞ് വെച്ച് പുളി ഇട്ട് വെച്ച് നമ്മളെ കഞ്ഞിവെള്ളം കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ്
പിഴിഞ്ഞ് നല്ല പുളി ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് ഞരടി ഇങ്ങോട്ട് എടുക്കുക. ഇനി ഇതിനെ നമുക്ക് ഇതിനകത്തോട്ട് ഇത് ഞാൻ ഒന്നും കൂടി ഒന്ന് നല്ലോണം പിഴിഞ്ഞതിന് ശേഷം ഇത് ഒന്ന് അരിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. ആ പുളീൻ്റെ ആ ചണ്ടിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് അരിച്ചു കൊണ്ടുവന്നതാണ്. 2 പാത്രമൊക്കെ ചേഞ്ച് ആക്കേണ്ടി വന്നു. അതുകൊണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നല്ലത് മാത്രം ഇട്ടത്, അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം ചളിയുണ്ട് ഇതിനകത്ത്. അപ്പം ഇതാ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചമ്മന്തി മാത്രം കൂട്ടി തിന്നെ അടാറ് ടേസ്റ്റാ ചമ്മന്തി പ്രേമികൾക്ക് വേണ്ടിയിട്ട്. ഇതാ അടിപൊളി. അപ്പം ഇത് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലോട്ട് മിക്സ് ചെയ്യണം. അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാ നമ്മളെ ചമ്മന്തി ഇതാ അടിപൊളിയാട്ടെ, കാണാൻ തന്നെ നല്ല ചന്തമില്ലേ. ഇനി ഇത് നമ്മൾ ഇതിനകത്ത് വിട്ട് മിക്സ് ചെയ്യട്ടാ. അപ്പോൾ കൈമൊന്നും വിടാത്ത വിട്ട് ആ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല വായിൽ നല്ല വെള്ളം ഇങ്ങനെ ഊറുന്നില്ലേ. സത്യം പറഞ്ഞാൽ ഊറുന്നുണ്ടെന്ന് എനിക്കറിയാം, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും വരുത്തിക്കും. അപ്പം ഇത് ഒന്നും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി ഇനി അവിടെ ഇരുന്നോട്ടെ, ഞാൻ മെല്ലിങ്ങനെ വടിക്കാം. കൈ ഇട്ട് വരാം. അപ്പം എന്തായാലും ഞാൻ വന്നിട്ടുണ്ട്, കൈയൊക്കെ കഴുകി വന്നിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ പറയും സനി വായിൽ വെച്ച കൈ കൊണ്ട് ഇതാക്കിയെന്ന് പറയും. ഞാനൊരു അവസരം തരൂല, എന്നെ കുറ്റം പറയാനൊരു അവസരം തരൂല ഒന്നുമില്ല കേട്ടാ. ഞാൻ വെറുതെ ചുമ്മാ പറയുന്നതാണ്. ഇതൊക്കെ എന്തോ ഒരു ഭ്രാന്തിന് പറയുന്നതാണ്. അപ്പം ഇതാ ഇതൊക്കെ ആയി, ഇതിങ്ങനെ ആയി നല്ല കാണാൻ തന്നെ നല്ല കൊഴുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ നമ്മളെ ചമ്മന്തിച്ചാറ് അങ്ങനെയും പറയാം അല്ലേ. ഇതിപ്പോൾ ഞാൻ ഇതിന് മിഷ്ടം കേട്ടോ ചമ്മന്തിച്ചാറ് എന്ന് അങ്ങനെ എനിക്കിപ്പോൾ വായിൽ തോന്നി കേട്ടാ. നമ്മളെ ചമ്മന്തിനെ കൊണ്ട് ഇതാ കഞ്ഞിവെള്ളത്തിലും കൂടി അങ്ങോട്ട് മിക്സ് ആയപ്പോണ്ടല്ലോ ഈ ഒരു രക്ഷയിലിട്ടാ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാ. അതായത് നല്ല കുറുകലും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. ഇത്തിരി പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അയ്യവാ ഇതൊരു പൊളി ആയിട്ടാട്ടാ സംഭവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. ഇൻസ്റ്റയിലൊക്കെ ഫുൾ വൈറലായിരുന്നു. വന്നോളൂ വന്നോളൂ. കണ്ടു കണ്ടു കണ്ടു. ഇത് പറഞ്ഞോളൂ, ഇത് ട്രൈ ചെയ്യാൻ നല്ലൊരാളും ചേച്ചിയാണ്. ചേച്ചി ഈ ഒരു സാധനം ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൃത്തിക്ക് ഒരു കുറവില്ല. നമ്മളെ മുത്തമ്മ ഇങ്ങോട്ട് വാ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറയണം. ഞാൻ തന്നെ എന്നെ പുകഴ്ത്തി പറയുകയാണ്. ഇങ്ങ് വാ, എവിടെയാണ് പോണത്? ഇങ്ങ് വാ. അതാ മേക്കപ്പ് ഇടാനല്ലേ പോകുന്ന. ഇങ്ങ് വാ. മേക്കപ്പ് ഇടാൻ പോയിട്ടുണ്ടോ? പുട്ടിടാൻ പോയിട്ടുണ്ടോ അമ്മ? അപ്പ വാ, വായോ വായോ. നമ്മുടെ അംഗൻവാടിയിലെ ആയാണ് കേട്ടോ. നമ്മളെ തൊട്ട് മറ്റേ മുറ്റത്ത് നമുക്കറിയാലോ, നിങ്ങൾക്കറിയാലോ അംഗൻവാടി. ഇതെങ്ങാനും വരുമോ? ഒന്നുകൂടി പറഞ്ഞോ, ഒന്നുകൂടി പറഞ്ഞോ, ഒന്നുകൂടി പറ. എനിക്കത് ഒരു രസമുള്ള ഒരു ഡയലോഗാ. പറ. ഇത് ലോകമെമ്പാട് കാണുന്ന പരിപാടിയല്ലേ ഞാൻ പറഞ്ഞത്. ലോകമെമ്പാടെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൊടുക്കട്ടെ, ഇതൊന്ന് ടേസ്റ്റ് ആത്മാർത്ഥമായിട്ട് പറയണേ. ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലാന്ന് പറയണം. എന്നിട്ട് കട്ട് ചെയ്ത് കളയാം. എന്താണ് സംഭവം അതൊന്നും പറയില്ല. എന്നാ നോക്ക്, സൂപ്പർ ടേസ്റ്റ്. അതെന്താ അങ്ങനെ അടിച്ചു പറയിപ്പിച്ച പോലെ ഉണ്ടല്ലോ. ഇല്ല കേട്ടാ, സംഭവം അടിപൊളി ടേസ്റ്റ്. അപ്പൊ എന്തായാലും ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കാന്നുള്ള പേടിയിലാണ്. ചേച്ചി എന്താണ് സാധനം എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. സാധനം പറഞ്ഞില്ല, കാര്യം സൂപ്പറാണ്. ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇനി ചോറെടുത്ത് കുഴച്ചടിക്കുന്നത് കാണിച്ചു തരാം. ഇതെന്തിനാ വന്നെന്ന് ചോദിക്കട്ടെ. അപ്പോൾ ദാ ഫൈനൽ നമ്മളെ ചോറ് ഇതാ ഇങ്ങനെ ഞാൻ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നമ്മളെ മെയിൻ സാധനം അങ്ങോട്ട് ഒഴിക്കാൻ പോവുകയാണ്. ഇതങ്ങോട്ട് ഇങ്ങനെ ഒരു കലക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം. ഒഴിച്ച് അയ്യോ മര്യാദ കിട്ടിയില്ലേ എന്തോ. അപ്പോൾ ദാ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചങ്ങ് കൊടുക്കുക. നല്ല അടിപൊളി. ഇതാ പൊളിച്ച്. പൊളിയാട്ടോ. ഒരു രക്ഷയില്ല. അടാറായിട്ട് ഇത് മാത്രം മതി ചോറ് തന്നെ. എൻ്റെ പൊന്നോ.